ലോ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് UDFും CPIയും കൊണ്ടുവന്ന 2 പ്രമേയങ്ങളെയും CPM എതിർത്തു. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്തുനിന്ന് പുറത്താക്കണമെന്നും ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നുമായിരുന്നു 2 പ്രമേയങ്ങളുടെയും ഉള്ളടക്കം. പ്രമേയത്തെ അനുകൂലിച്ച് CPI അംഗം ഉൾപ്പെടെ 8 പേർ വോട്ട് ചെയ്തപ്പോൾ CPMന്റെ 8 അംഗങ്ങളും സർക്കാർ പ്രതിനിധികളും പ്രമേയത്തെ എതിർത്തു. ലോ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദ് ചെയ്യുന്നതടക്കമുള്ള കടുത്ത നടപടികൾ വേണ്ടെന്നായിരുന്നു CPMന്റെ നിലപാട്. ലക്ഷ്മി നായരുടെ LLB ബിരുദവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജീവൻലാൽ നൽകിയ പരാതി പരീക്ഷാ സമിതി പരിശോധിക്കും. ലക്ഷ്മി നായരുടെ ഭാവി മരുമകൾ അനുരാധ P. നായർക്ക് ഇന്റേണൽ മാർക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന പരീക്ഷാ സമിതിയുടെ ശുപാർശയും സിൻഡിക്കേറ്റ് അംഗീകരിച്ചു. ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായർ സമർപ്പിച്ച രേഖകളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് UDF അംഗങ്ങൾ നിലപാടെടുത്തു. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണെന്നും UDF അംഗങ്ങൾ ആരോപിച്ചു. കോളേജിനെതിരെ കടുത്ത നടപടി വേണമെന്ന് വാദിച്ച് CPI അംഗം ലതാദേവിയെ CPM അംഗങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് ബഹളത്തിനിടയാക്കി. ലോ അക്കാദമിയിൽ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കണമെന്നും കോളേജിനെതിരായ പരാതികളിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുത്തു. അതേസമയം കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുന്ന നടപടിയോട് തങ്ങൾക്ക് യോജിപ്പില്ലെന്ന് ABVP വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.